നമുക്ക് ഈ സിമ്പിളായിട്ട് ഒരു ബീഫ് കറി ഉണ്ടാക്കാവേ. നമുക്ക് കുറച്ച് ഉള്ളി അരിഞ്ഞത്, സവോള അരിഞ്ഞത്, ഒരു 3-4 പച്ചമുളക്, ഒരു കുറച്ച് ഇഞ്ചി അരിഞ്ഞത്, ഒരു 1/4 കിലോയോളം നമുക്ക് ചെറിയ ഉള്ളി അരിഞ്ഞത് കേട്ടോ. അത് ചെറിയ ഉള്ളി വേണം അത്യാവശ്യം. ഇത്രയാണ് നമ്മളിപ്പം എണ്ണയ്ക്കകത്തോട്ട് മൂപ്പിക്കാൻ പോവാണ്. ബാക്കി ഞാൻ പറയാം കേട്ടോ. ഓക്കെ, അപ്പം നല്ലൊരു ബീഫ് കറി എന്ന് നമുക്ക് ഉണ്ടാക്കാം കേട്ടോ. രുചികരമായൊരു ബീഫ് കറി ഉണ്ടാക്കാം. ഇനി നമ്മൾ ഇതിലേക്ക് ചെറിയ ഉള്ളി ഇടുക കേട്ടോ. ചെറിയ വേണ്ട, ഇത്രയും ചെറിയ ഉള്ളി ഇടുന്നത് കേട്ടോ. ചെറിയ ഉള്ളി പകുതി വേവാകുമ്പോഴാണ് അടുത്തത് ഇടാം. നമുക്ക് അതിലേക്ക് കുറച്ച് പച്ചമുളക് കീറിയത് ഇടാൻ പോകണേ. പച്ചമുളക് പച്ചമുളക് ഒരു 4-5 ഇട്ടിട്ടുണ്ട്. കാരണം നമുക്ക് മുളക് പൊടി കുറയ്ക്കാണ്. മുളക് പൊടി കുറച്ചിട്ടുള്ള പെരളനാണ് ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത്. നമുക്ക് അതിലേക്ക് സ്വല്പം ഇഞ്ചി ഇടാം. ഇത്രയും മതി, ഒത്തിരി വേണ്ട. രുചിക്ക് ബീഫ് കറിക്ക് എപ്പോഴും ഇഞ്ചി വേണം കേട്ടോ. ഇഞ്ചി ഉള്ളത് നല്ലതാണ്. ഇഞ്ചിയുടെ ആ രുചി അങ്ങോട്ട് കയറുമ്പോഴേ. വെളുത്തുള്ളികൾ നമുക്ക് ഇടാം, എടുത്തിട്ടില്ല ഞാനിപ്പം. ഇഞ്ചി മതി. നമ്മൾ ഇനി ഇതിനകത്തോട്ട് നമുക്ക് കുറച്ച് സവാള, 1.5 സവാളയേ ഉള്ളൂ കേട്ടോ. ഇതും കൂടി ഇടുക. ഒത്തിരി ദിവസം വെച്ചുകൊണ്ടിരിക്കാനുള്ള കറിയാണെങ്കിൽ സവാള അധികം ഇടരുത്. ചെറിയ ഉള്ളി ആയിരിക്കും നല്ലത് കേട്ടോ. ഇവ പെട്ടെന്ന് തീരുന്ന കറി ആയതുകൊണ്ടാണ് നമ്മൾ സവാള ഇട്ടത്. അധികം ദിവസം വെച്ചുകൊണ്ടിരിക്കുന്ന പരിപാടിയില്ലല്ലോ. ഇനി അതൊന്ന് കളർ മാറിക്കോട്ടെ കേട്ടോ. എൻ്റെ ബാക്കി കാര്യം പറയാം. നമുക്ക് പിന്നെ ബീഫ് വെള്ളം വാർന്ന് വെച്ചേക്കുക കേട്ടോ. കഴുകി ചെറിയ നെയ്യുള്ള ബീഫാണ് കേട്ടോ. നമുക്കൊരു 1.5 കിലോ ബീഫേ ഉള്ളൂ. ഇത് അതേ എടുത്തിട്ടുള്ളൂ. അത് വെള്ളം വാർന്ന് നല്ല കഴുകി, നല്ല മഞ്ഞൾ പൊടിയൊക്കെ ഇട്ട് കഴുകി, ഉപ്പും മഞ്ഞൾ പൊടിയൊക്കെ ഇട്ട് കഴുകണം. അതിൻ്റെ ആ ഒരു ഗ്യാപ്പിൽ പോകണമെന്നുണ്ടെങ്കിൽ അത് കഴുകി നല്ലതായിട്ട് വാർന്ന് വെച്ചേക്കുക കേട്ടോ. ഇതിനകത്ത് നമ്മൾ ഇപ്പം ഉള്ളി മൂത്ത് കഴിഞ്ഞപ്പോൾ നമ്മൾ ആദ്യം ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടു, 2 സ്പൂൺ മല്ലിപ്പൊടി ഇട്ടു, 1 സ്പൂൺ ഗരം മസാല ഇട്ടു, ഒരു പൊടിക്കൊരു മുളക് പൊടി ഇട്ടു, വലിയ കളറില്ല, 1 സ്പൂൺ നല്ല ഇതിട്ടു, കുരുമുളക് പൊടി ഇട്ടു. ഇത്രയും ഇട്ട് നമ്മൾ നല്ല കറക്റ്റാക്കി വെച്ചിരിക്കുക. ഇതിനകത്തേക്ക് നമുക്ക് കുറച്ച് വെള്ളം അങ്ങോട്ട് ഒഴിക്കാം. കുറച്ച് വെള്ളം ഒഴിക്കുക. ഇതൊന്ന് ഇളക്കിയ ഇറച്ചി ഇടുക. ഇതിലേക്ക് നമ്മൾ ഇറച്ചി ഇട്ട് നല്ല തട്ടിപ്പൊത്തി അതിൽ വെച്ചേക്കാട്ട്. ഒത്തിരി വെള്ളം ഒഴിച്ചിട്ടില്ല. ഇറച്ചിക്കകത്തുനിന്ന് വെള്ളം ഇറക്കാനുണ്ട്. ചെറിയ നെയ്യുണ്ട്. നമ്മൾ മൂടുന്നതിന് മുമ്പായിട്ട് ഇറച്ചി തട്ടിപ്പൊത്തി വെച്ചേക്കുന്നുണ്ടോ. വെള്ളം ഒഴിച്ചിട്ടില്ല കേട്ടോ, വാർന്ന് വെച്ചേക്കുന്നതാണ്. ഇനി ഇത് കുറച്ച് നേരെ ഇരുന്നങ്ങോട്ട് ചെറിയ വേഗം അങ്ങോട്ട്. എങ്ങനെയുണ്ടോ നമ്മളെ ബീഫ് തിളയ്ക്കുന്നതുണ്ടോ? അടിപൊളിയായിട്ടില്ലേ ബീഫ് തിളയ്ക്കുന്നതുണ്ടോ? ചെറുതായിട്ട് ഇളക്കി നോക്കാം അല്ലേ. ഇതുണ്ടോ, ഇത് തന്നെ വെള്ളം ഇറങ്ങിയതാണ്. ബീഫിനകത്ത് വെള്ളം ഇറങ്ങുന്നതുണ്ടോ?
വെള്ളം ഒഴിച്ചതല്ല കേട്ടോ, ബീഫിനകത്ത് വെള്ളം ഇറങ്ങുന്നുണ്ടോ. ഈ വെള്ളത്തിൽ കിടന്ന് ഇതങ്ങോട്ട് നല്ല അടിപൊളിയായിട്ട് അങ്ങോട്ട് വെന്ത് നല്ല കുറുകി ഇങ്ങോട്ട് വരും. അന്നേരം കാണിക്കാത്തത് കേട്ടോ. ഓക്കെ, ഇതുണ്ടോ നമ്മൾ ബീഫ് നല്ല പറ്റി തോർന്ന് വരുന്നുണ്ടോ. ഇതാണ് അതിൻ്റെ അല്ലാത്ത ബന്ധമാണ് കേട്ടോ. ഇത് കുരുമുളക് പൊടി ഇട്ടിട്ട് നമ്മൾ വറ്റിച്ചെടുക്കുന്നതാണ് ഈ സംഭവം കേട്ടോ. ഇതിനകത്ത് ചെറിയ ഒരു സ്പൂൺ മുളക് പൊടി മാത്രമേ ചേർക്കുന്നുള്ളൂ. ഗരം മസാലയൊക്കെ അടിപൊളിയായിട്ട് ചേർത്ത് ഇതുണ്ടോ, ബെസ്റ്റ് സാധനം. ചോറിൻ്റെ കൂടെ കഴിക്കാൻ ബെസ്റ്റ് സാധനം. നോമ്പ് തുറ സ്പെഷ്യൽ ഐറ്റമാണ് കേട്ടോ. അപ്പോൾ ഓക്കെ, ബൈ, ഇനി കാണാം കേട്ടോ. താങ്ക് യു. ഈ പേജുകളൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക കേട്ടോ. ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക എല്ലാവരും.